കഴിഞ്ഞ 15 വർഷമായി ബി.ജെ.പി. ഭരിച്ചിരുന്ന 3 സംസ്ഥാനങ്ങളാണ് ഇത്തവണ കോൺഗ്രസ് പിടിച്ചടക്കിയത്. അധികാരത്തിലേറിയ ഉടനെ തന്നെ കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ നടപ്പാക്കി തുടങ്ങി. ഈ സാഹചര്യത്തിൽ വളരെയധികം ആശങ്കയിലാണ് ബി.ജെ.പി. ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും ചില മാറ്റങ്ങൾ വരുത്താൻ പാർട്ടി കേന്ദ്ര നേതൃത്വം നിർദ്ദേശിച്ചതായാണ് വിവരങ്ങൾ. ഇതിന്റെ ഭാഗമായി ഗുജറാത്തിലെ ബി.ജെ.പി. സർക്കാർ ആദ്യ പ്രഖ്യാപനം നടത്തിക്കഴിഞ്ഞു. മോദിയെ കടന്നാക്രമിച്ച് രാഹുൽ ഗാന്ധി പ്രസ്താവന ഇറക്കിയതിന് പിന്നാലെയാണ് ബി.ജെ.പി. നടപടികൾ വേഗത്തിലാക്കിയത്. കോൺഗ്രസ് ഭരണത്തിലേറിയ ഉടനെ 3 സംസ്ഥാനങ്ങളിലും തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ നടപ്പാക്കാൻ ശ്രമങ്ങൾ ആരംഭിച്ചു. ഇതാകട്ടെ ബി.ജെ.പിക്ക് ആശങ്ക ഇരട്ടിയാക്കിയിട്ടുണ്ട്. കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കാനുള്ള നീക്കങ്ങൾ ബി.ജെ.പി. തുടങ്ങിക്കഴിഞ്ഞു. ആദ്യ പ്രഖ്യാപനം ഗുജറാത്തിൽ നിന്നാണ് വന്നത്. ഗ്രാമീണ മേഖലയിലെ വൈദ്യുത ബിൽ കുടിശ്ശിക എഴുതിത്തള്ളാൻ ബി.ജെ.പി. തീരുമാനിച്ചു. 650 കോടിയോളം രൂപയാണ് ഇതുവഴി സർക്കാരിന് നഷ്ടമാവുക. രാഹുൽ തരംഗം ഗുജറാത്തിലും എന്നാണ് ദേശീയ മാധ്യമങ്ങൾ ഈ വാർത്ത പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. കോൺഗ്രസിന്റെ നീക്കങ്ങൾ ബി.ജെ.പിയെ സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ട്. ബി.ജെ.പിയെ സമ്മർദ്ദത്തിലാക്കി കർഷകരെ രക്ഷിക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് രാഹുൽ ഗാന്ധി സൂചിപ്പിക്കുകയും ചെയ്തു. ഛത്തീസ്ഗഡിൽ അധികാരമേറ്റതിനു പിന്നാലെ 6100 കോടി രൂപയുടെ കാർഷിക പാക്കേജ് പ്രഖ്യാപിച്ചു. കോൺഗ്രസ് 16 ലക്ഷം കർഷകർക്കാണ് ഇത് ഗുണം ചെയ്യുന്നത്. ഗുജറാത്ത് സർക്കാർ പ്രഖ്യാപിച്ച കുടിശ്ശിക എഴുതിത്തള്ളൽ വഴി വൈദ്യുതി മോഷണം, ബില്ലടയ്ക്കാതിരിക്കൽ തുടങ്ങിയ കാരണം കൊണ്ട് വൈദ്യുതി വിച്ഛേദിച്ചവർക്കും ആശ്വാസം ലഭിക്കും. അവസരം മുതലെടുത്ത് രാഹുൽ ഗാന്ധി കടുത്ത ആക്രമണങ്ങളാണ് നടത്തുന്നത്. കർഷകരുടെ വിഷമങ്ങൾ തീർക്കുന്നതുവരെ നരേന്ദ്രമോദിയെ ഉറങ്ങാനോ ഒന്ന് വിശ്രമിക്കാനോ അനുവദിക്കില്ല എന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.